എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പൊതുവേ കൂട്ടുകാർ എന്ത് ചെയ്യും, KVL, KCL ഒക്കെ എഴുതി ഒരുപാട് സമയം കളയുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊരു പൂ പറിയുന്ന ലാഘവത്തോടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ടെക്നിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പല കൂട്ടുകാരും പല കുട്ടികളും ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ് സെന്ററിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ടെക്നിക്കാണ് നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് തിരിച്ചു തരേണ്ടത്? ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലാന്നും എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ടു പവർഫുൾ പ്രോബ്ലംസ് ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു പണിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. 2 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ബോർഡിൽ വരച്ചിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഡ്രോയിങ്ങിൽ ലേശം വീക്കാണ്. ഡ്രോയിങ്ങിൽ വീക്കായ ഞാൻ പടം വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റൻസ് ഫോർ ദി ഗിവൺ സർക്യൂട്ട്. അപ്പോൾ ഒരു 10 വോൾട്ട് ഉണ്ട്, 5 ohm, 2 ohm, 10 ohm, 20 വോൾട്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അയച്ചു തന്നത് എം ദേവ് എന്ന പേരുള്ള ഒരു കൂട്ടുകാരനാണ്. ടെലിഗ്രാം വഴി. എം ദേവ് എന്ന മഹാദേവ് ആണോ? അതുകൊണ്ടായിരിക്കും ഈ ഓം ഒക്കെ അല്ലേ, ഓം 5 ohm. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് ആണ്. KVL, KCL ഒക്കെ എഴുതി വേണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. ഇന്ത്യയിലെ ടോപ്പ് ഗേറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഗേറ്റ് വാല അവതരിപ്പിക്കുന്ന കുറച്ച് പുതിയ ബാച്ചുകളെ പരിചയപ്പെടാനാണ് ഈ ഒരു പാർട്ട് ഓഫ് ദ വീഡിയോ. ഇവയാണ് ആ ബാച്ചുകൾ: പരാക്രം 2.0 ഗേറ്റ് 2025, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബാച്ച്, വിജയ് 2.0 ഫോർ റാങ്ക് ഇംപ്രൂവ്മെൻറ്റ്, ശ്രേഷ്ഠ് 2.0 ഫോർ ഗേറ്റ് 2026, പരാക്രം ബാച്ച് D ESC ഗേറ്റ് ആൻഡ് PSU എക്സാംസ്, ശ്രേഷ്ഠ് ESC ഗേറ്റ് ആൻഡ് PSU ബാച്ച് D 2026, ശ്രേഷ്ഠ് 2.0 ബാച്ച് B ഗേറ്റ് 2026 PSUs ആൻഡ് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ശ്രേഷ്ഠ് കെമിക്കൽ ബാച്ച് 2026, പരാക്രം ഗേറ്റ് 2025 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്, പരാക്രം 2.0 പ്ലേസ്മെൻറ്റ് PSUs ആൻഡ് ഗേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ബാച്ച് ഇൻഫിനിറ്റി. ഈ ബാച്ചിലൂടെ ഗേറ്റ് ഖസാന, PYQ, ഗേറ്റ് 2025 ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് തുടങ്ങി നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് അവർ കൊണ്ടുതരികയാണ്. മറ്റു ബാച്ചുകളുടെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ലെക്ചേഴ്സ് ആൻഡ് ടെസ്റ്റ് പ്ലാനർ, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഗേറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, ലൈവ് ലെക്ചേഴ്സ് ഫ്രം ടോപ്പ് ഫാക്കൽറ്റീസ്, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഷീറ്റ്സ്, ലൈവ് പ്രാക്ടീസ് ഷീറ്റ് ഡിസ്കഷൻ, ഡൗട്ട് എൻജിൻ, റെഗുലർ ടെസ്റ്റ്, PYQ ആൻഡ് ദർ വീഡിയോ സൊല്യൂഷൻസ്, ESC ആൻഡ് ഗേറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഇതുപോലെ ഗേറ്റ് ഖസാന ബാച്ചിൻ്റെ കുറച്ച് സവിശേഷതകളാണ്: റെക്കോർഡഡ് ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റീസ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ് വെറും 1999 രൂപയ്ക്ക്. മറ്റൊരു സവിശേഷത അവരുടെ ബുക്കുകളാണ്. ഈ ബുക്കുകൾ കംപ്ലീറ്റ്ലി ഗേറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും വീഡിയോ സൊല്യൂഷൻസ്, QR എംബെഡഡ് വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യുക. കൂപ്പൺ കോഡായിട്ടുള്ള AR500 ഉപയോഗിക്കാൻ മറക്കണ്ട. എന്ത് ചെയ്യാം, ഒരു 10 വോൾട്ട് സെല്ല് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു സൈഡ് 0 വോൾട്ട് ആയിട്ട് അസൈൻ ചെയ്യാം, ഗ്രൗണ്ട് ആയിട്ട് അസൈൻ ചെയ്യാം. ഇത് 0 വോൾട്ട് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ മറ്റേ സൈഡ് എന്തായേ പറ്റൂ? 10 വോൾട്ട് ആയേ പറ്റൂ. ആണല്ലോ, സെയിം വയർ ആണ്. അല്ല, ഇതേപോലെ തന്നെ 20 വോൾട്ടിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡ്, അതായത് നെഗറ്റീവ് സൈഡ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ചെയ്യാം, 0 വോൾട്ട് എന്ന് എടുക്കാം. അപ്പൊ മറ്റേ സൈഡ് എന്തായേ പറ്റൂ? 20 വോൾട്ട്. ഇനി ഒരേ വയറിന്റെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയത്തില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുക. 10 വോൾട്ട് ആണ് ഇവിടെയെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് റെസിസ്റ്റേഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെയും 10 വോൾട്ട് ആയിരിക്കും. 0 വോൾട്ട് ആണ് ഇവിടെയെങ്കിൽ റെസിസ്റ്റേഴ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെയും 0 വോൾട്ട് ആയിരിക്കും. 0 വോൾട്ട് ആണ് ഇവിടെയെങ്കിൽ ഇവിടെയും 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനുള്ള പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് ഓംസ് ലോ മാത്രമാണ്. V = IR എന്നുള്ള സാധനം നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 2 ohm എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ 2 സൈഡിലുള്ള പൊട്ടൻഷ്യലുകൾ സെയിം അല്ലേ? 2 സൈഡിലും 0 വോൾട്ട് അല്ലേ? കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ബോൾ താഴോട്ട് ഇട്ടാലല്ലേ ബോള് താഴോട്ട് വീഴുള്ളൂ. ഒരേ ഹൈറ്റിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ബോള് നീങ്ങുമോ? ഇല്ലല്ലോ. ഡിഫറൻസ് വേണം. ഓക്കെ, താനോസ് ഇത് കേട്ടാ എന്നെ വെട്ടും. താനോസ് ഒക്കെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ലൈക്ക് എവരിതിങ് എന്നാണ്. പക്ഷെ താനോസിന്റെ തിയറി കറണ്ടിന് ആപ്ലിക്കബിൾ അല്ല. കറണ്ടിന് എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം മൂവ് ചെയ്യാൻ. പക്ഷെ 2 ഓമിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ കറണ്ട് ഉണ്ടോ? ഇല്ല. ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ, 0 ആംപിയർ. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആകെ നമ്മൾ കളിച്ച കളി എന്താ? ഒരു സെൽ ഉണ്ടായിരുന്നതിന് നെഗറ്റീവില് 0 കൊടുത്തു, പോസിറ്റീവില് 10 കൊടുത്തു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ തീ ഇടുക. അടുത്ത ചോദ്യം, അടുത്തത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ലേശം പണിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ട്രിക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. The potential difference across 8 ohm resistor is 48 volts as shown in the figure. The value of potential difference across X and Y എന്നതാണ് ചോദ്യം. 8 ഓമിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 48 വോൾട്ട് ആണെങ്കിൽ എക്സിന്റെയും വൈന്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? അപ്പൊ ആത്യന്തികമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വി എക്സ് മൈനസ് വി വൈ. വി എക്സിനെ ഞാൻ വലിയ എക്സ് എന്ന് എടുക്കുന്നു, വി വൈനെ ഞാൻ വലിയ വൈ എന്ന് വിളിക്കുന്നു. എക്സ് മൈനസ് വൈ എത്ര എന്ന് തന്നെയാണ് ചോദ്യം. 8 ഓമിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ 48 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ അസ്യൂം ചെയ്യുകയാണ് കറണ്ട് മുകളിൽ നിന്ന് താഴേക്കാണ് ഫ്ലോ ചെയ്യുന്നതെന്ന്. മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ മുകളിൽ വലിയ പൊട്ടൻഷ്യലും താഴെ ചെറിയ പൊട്ടൻഷ്യലും ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 0 വോൾട്ട് എന്ന് ഇട്ട് കൊടുക്കും, ഇവിടെ 48 വോൾട്ട് എന്ന് ഇട്ട് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം കളിച്ച കളി. 8 ഓമിന് അക്രോസ് 48 വോൾട്ട് ആണ് എന്ന് തന്ന സ്ഥിതിക്ക് ഒരു സൈഡില് മുകളിൽ താഴോട്ട് കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മുകളിൽ വലിയ പൊട്ടൻഷ്യലും താഴെ ചെറിയ പൊട്ടൻഷ്യലും കൊടുക്കുന്നു. അപ്പൊ മുകളിൽ ഞാൻ 48 വോൾട്ട് സപ്ലൈ ചെയ്ത് കൊടുത്തു. ഇവിടെ 48 വോൾട്ട് ആണെങ്കിൽ സെയിം വയറായ സ്ഥിതിക്ക് ഇവിടെ എന്ത് തന്നെ ആവണം? 48 വോൾട്ട് ആവണം. വേണോ വേണ്ടേ? വേണം. അപ്പോ താഴേക്ക് ഇറങ്ങുന്ന ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ 8 ഓമിലൂടെ താഴേക്ക് എത്ര കറണ്ട് ഇറങ്ങും മക്കളെ? എത്ര കറണ്ട് ഇറങ്ങും? V ഈക്വൽ ടു IR. V 48, I വേണം, R 8, I ഈക്വൽ ടു V ബൈ R, 48/8, 6 ആംപിയർ കറണ്ട് ഈ 8 ഓം വഴി താഴോട്ട് ഇറങ്ങും. 24 റെസിസ്റ്റൻസ്, 24 ഓം വഴി എത്ര കറണ്ട് താഴോട്ട് ഇറങ്ങും? 48/24, 2 ആംപിയർ കറണ്ട് ഇവിടെ താഴോട്ട് ഇറങ്ങും. മൊത്തത്തിൽ താഴേക്ക് വരുന്ന കറണ്ട് അപ്പൊ എത്ര? 2 + 6, 8 ആംപിയർ ആണ്. 8 ആംപിയർ ആണ് മൊത്തത്തിൽ ഈ സർക്യൂട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 8 ആംപിയർ കറണ്ട് 3ലൂടെ പാസ് ചെയ്ത് 30, 20, 60ലൂടെ സ്പ്ലിറ്റ് ആയി 24, 8ലൂടെ സ്പ്ലിറ്റ് ആയി താഴെ വന്ന് 1ലൂടെ കയറി വൈയിലെത്തുന്നു. 8 ആംപിയർ കറണ്ട്. ഈ പോയിന്റ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ 8 ആംപിയർ കറണ്ട് ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ 30 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, 20 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ, 60 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഒക്കെ സെയിം ആണെന്ന് നമുക്കറിയാം. കാരണം അത് പാരലലാണ്. ഞാനിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എക്സിനെയാണ് കേട്ടോ. എനിക്ക് X - Y വേണം, അതുകൊണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് I ആണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ എനിക്ക് അറിയാം ഈ 30ലൂടെ പോകുന്ന കറണ്ട് പ്ലസ് ഈ 20ലൂടെ പോകുന്ന കറണ്ട് പ്ലസ് ഈ 60ലൂടെ പോകുന്ന കറണ്ട് ആഡ് ചെയ്താൽ എനിക്ക് 8 തന്നെ കിട്ടിയേ പറ്റൂ, അല്ലേ? അപ്പൊ 30 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതിൽ കൂടെ പോകുന്ന കറണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V/30 പ്ലസ് 20ലൂടെ പോകുന്ന കറണ്ട് V/20 പ്ലസ് V/60 എന്ന് പറയുന്നത് 8 ആംപിയർ എന്ന് എനിക്ക് കിട്ടിയേ പറ്റൂ. V/10 ഞാൻ കോമൺ എടുത്താല് 1/3 പ്ലസ് 1/2 പ്ലസ് 1/6 ബ്രാക്കറ്റിനകത്ത് വരും, ഈക്വൽ ടു 8 എന്ന് വരും. 1/3 പ്ലസ് 1/2 പ്ലസ് 1/6 ചെയ്യൂ, അത് 1 വരും. അപ്പൊ V/10 എന്ന് പറയുന്നത് 8 വരും. വിന്റെ വാല്യൂ 80 വോൾട്ട് വരും. ഈ V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എവിടം തൊട്ട് എവിടം വരെ?
ഈ പോയിന്റും ഈ 48 വോൾട്ടും രണ്ട് സൈഡിലും 48 ഇവിടെ 48 തന്നെയാണ്. എവിടെയാണ് വലിയ പൊട്ടൻഷ്യൽ? ഒബ്വിയസ്ലി മുകളിൽ, കാരണം മുകളിൽ നിന്ന് താഴോട്ടാണ് കറണ്ട് ഇറങ്ങുന്നത്. വലിയ പൊട്ടൻഷ്യൽ നിന്ന് ചെറിയ പൊട്ടൻഷ്യലിലേക്ക് എന്തായാലും കറണ്ട് വരും. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 80 എന്ന് കിട്ടി. ഞാൻ ഈ പോയിന്റിനെ ഒരു ക്യാപിറ്റൽ എ എന്നെങ്ങാണ് വിളിക്കാം. അപ്പൊ അതിനർത്ഥം വലിയ പൊട്ടൻഷ്യലായ ക്യാപിറ്റൽ എ മൈനസ് ചെറിയ പൊട്ടൻഷ്യലായ 48 എന്ന് പറയുന്നത് 80 ആണ് എന്നാണ്. അപ്പൊ എ എന്താ മക്കളെ? 128 വോൾട്ട്. അതാണ് എ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എ ആണോ? അല്ല, എക്സ് ആണ്. എക്സ് എങ്ങനെ കൊണ്ടുവരും? നമുക്കറിയാം ഈ 3ലൂടെ പോകുന്ന കറണ്ട് എത്ര ആംപിയർ? 8 ആംപിയർ അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 3 ചെയ്യുമ്പോൾ കറണ്ട് കിട്ടും. എക്സ് മൈനസ് എ എത്ര കിട്ടിയേ? 128 ഈക്വൽ ടു 24. എക്സ് ഈക്വൽ ടു 152 വോൾട്ട്. എക്സ് ഈക്വൽ ടു 152 വോൾട്ട്. എന്ത് മാത്രമാണ് ചെയ്തത്? ഞാൻ എല്ലാ സ്റ്റെപ്പിലും ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ സ്റ്റെപ്പിലും ഒരേ കാര്യമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിൽ നിന്നും എയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ വലിയ പൊട്ടൻഷ്യൽ എക്സ് ആണ്, ചെറിയ പൊട്ടൻഷ്യൽ എ ആണ്. എക്സ് മൈനസ് എ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എക്സ് മൈനസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ എനിക്ക് കറണ്ട് കിട്ടും. വി ഈക്വൽ ടു ഐ ആർ അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ 3 ഈക്വൽ ടു 8. ഓക്കെ, 3 ആരാ ഇവിടുത്തെ റെസിസ്റ്റൻസ്. അവിടെ നിന്ന് എന്റെ വാല്യൂ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് സപ്ലൈ ചെയ്യും. അപ്പൊ എന്റെ എക്സ് ഈക്വൽ ടു 152 എന്ന് കിട്ടും. ബേസിക് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇപ്പൊ എനിക്ക് എക്സ് കിട്ടി. എനിക്ക് വൈ വേണം. വൈ കണ്ടുപിടിക്കുന്നത് വളരെ നിസ്സാരമാണ്. നമുക്കറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ട് എന്ന് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എന്താ? 0 വോൾട്ട്. എടാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോ 0 നിന്ന് വൈയിലേക്കാണ് കറണ്ട് പോകുന്നത്. 0 മൈനസ് വൈ ബൈ 1 ഈക്വൽ ടു 8 ആംപിയർ. അപ്പൊ y ഈക്വൽ ടു -8 വോൾട്ട്. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? എക്സ് മൈനസ് വൈ 152 മൈനസ് 8. ആൻസർ 160 വോൾട്ട്. 160 വോൾട്ട്. സൂപ്പർ ക്വസ്റ്റ്യൻ, കിട്ടില്ലൻ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിനകത്തെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വരുന്ന ഏത് ചോദ്യവും നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എനിക്ക് ബോർഡൊന്നും വേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്താ? എ ഗ്രൂപ്പ് ഓഫ് n cells whose EMF varies directly with the internal resistance as part of the equation E equal to 1.5 Rn. E equal to 1.5 Rn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ക്വസ്റ്റ്യൻ നേരെ വൃത്തിയായിട്ടൊന്നും അല്ല ഈ ക്വസ്റ്റ്യൻ മേക്കർ ഇട്ടേക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ മേക്കർ ഏത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചത് ഓപ്ഷനിൽ ആംപിയർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ EMF എത്ര? 1.5 R1 പ്ലസ് 1.5 R2. ഇതെല്ലാം സീരീസ് ആയതുകൊണ്ട് അങ്ങനെ 1.5 Rn ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് Rn. ഇതിന് മുകളിൽ നിന്ന് 1.5 കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ R1 പ്ലസ് R2 പ്ലസ് Rn വരും. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും വെട്ടിപ്പോവും. ഫൈനൽ ആൻസർ 1.5. ഇനി നിങ്ങൾക്ക് n വേണമെങ്കിൽ 1 എന്ന് ഇടാം. അപ്പൊ ആൻസർ എന്താവും? E ഈക്വൽ ടു 1.5 R. I എന്താ? E ബൈ R. അപ്പൊ 1.5 R ബൈ R, ആൻസർ 1.5. അങ്ങനെ സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. തീർച്ചയായിട്ടും ചെയ്ത് കമന്റ് സെക്ഷനിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റീഡിംഗ് ഓഫ് ദി ഐഡിയൽ വോൾട്ട് മീറ്റർ ഇൻ ദി ഡയഗ്രാം വിൽ ബി. 4 ഓപ്ഷൻ ഉണ്ട്. 4 വോൾട്ട്, 8 വോൾട്ട്, 12 വോൾട്ട്, 14 വോൾട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ